പ്രത്യേകിച്ച് അസർബൈജാന്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിൽ നിന്ന് റഷ്യയുടെ ചെച്ചനിയൻ ഭാഗത്തുള്ള ഗ്രോസ്നിയിലേക്ക് പറക്കുകയായിരുന്ന വിമാനമാണ്, യാത്രാ വിമാനമാണ്. അത് എംബറർ എന്നുള്ള പേരിലുള്ള യാത്രാ വിമാനം 62 യാത്രക്കാരുമായിട്ടാണ് പോയത്. അതിൽ 38 പേർ ഈ വെടിവെച്ചിട്ടു എന്ന് അതിൻ്റെ തൊട്ടുപിറകെ കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 29 പേർ രക്ഷപ്പെട്ടു. അതൊരു വലിയ വാർത്തയാണ് സ്കേൻ. പലപ്പോഴും മീഡിയയിൽ പലപ്പോഴും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുന്നതിനേക്കാൾ പാൻസെയർ എന്ന റഷ്യയുടെ മിസൈൽ സംവിധാനം അത് തകർക്കുകയായിരുന്നു. അവർ ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിനിടയിലാണ് ആ ഭാഗത്തൂടെ ഇത് പോകുന്നത്. ഇവർക്കത് ഐഡന്റിഫൈ ചെയ്തുവെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടുള്ള വാണിംഗ് ഉണ്ടായിരുന്നു. റഷ്യയുടെ മിസൈൽ സംവിധാനങ്ങളെ സൂക്ഷിക്കണമെന്ന്. ചെച്ചനിയൻ പ്രദേശത്തേക്കാണ് അത് പോകുന്നത്. അത് ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ വിമാനമാണ് യഥാർത്ഥത്തിൽ ഇവരെ ഡിഫൻസ് സിസ്റ്റം വെച്ച് അടിച്ചിട്ടത്. അതിൽ വാലിലാണ് കൊണ്ടത്. വിമാനത്തിൽ എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എടുത്തിരുന്നു. ഓക്സിജൻ മാസ്കുകൾ വീണ് കിടക്കുന്ന നിലയിലാണ്. അവർ ലൈഫ് രക്ഷപ്പെടുത്താനുള്ള ലൈഫ് സംവിധാനം അവർ ഇട്ടിരുന്നു പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിവെച്ചിട്ടതിന് ശേഷം അല്പം സമയത്തിനുള്ളിലാണ് ഇത് തകർന്നു വീണത്. ഒരുപക്ഷെ വിമാനം താഴ്ത്തി പറന്ന് കൊണ്ടുപോകാൻ സാധിച്ചു കാണണം. അല്ലെങ്കിൽ 29 പേർ വിമാനം തകർന്നിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും റഷ്യയെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനവുമായിട്ട് അസർബൈജാനും അതുപോലെ തന്നെ ഉക്രൈനും രംഗത്ത് വന്നു.